നേര് എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ലൊരു സിനിമ കണ്ടു എന്നതിൻ്റെ സന്തോഷത്തെക്കാൾ ഉപരി ഒരുപാട് നാളത്തെ ഫ്രസ്ട്രേഷനുള്ള വലിയൊരു ആശ്വാസമായിട്ടാണ്. അതായത് ഒരു വലിയ മരുഭൂമിയിൽ ഒരു പച്ചപ്പ് കാണുമ്പോഴൊക്കെയുള്ള ആ ഒരു സന്തോഷമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ശരാശരി സിനിമ ലവർ എന്ന നിലയിൽ, ഒരു ശരാശരി ലാലേട്ടൻ ആരാധകൻ എന്ന നിലയിൽ ആ മനുഷ്യനിൽ നിന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കാലിബർ ഏത് ലെവലാണെന്നുള്ളത്. എന്നിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ എലോൺ ആയാലും മോൺസ്റ്റർ ആയാലും ആറാട്ടായാലും ഇമാതിരി കൂതറ പടങ്ങളും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കണ്ടവരും ഉണ്ടാവും. ആ ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഈ നേര് എന്നുള്ള ഒരു സിനിമയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സിനിമ പ്രേക്ഷകർക്കായാലും ആരാധകർക്കായാലും കൊടുക്കുന്ന ആ ഒരു ആശ്വാസം, ആ ഒരു റിലീഫ് ചെറിയ കാര്യമല്ല. നമുക്കറിയാം അദ്ദേഹം തിരിച്ചുവരവുകളുടെ തമ്പുരാനാണ്. അതായത് എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇത്തരം ഒരു ഘട്ടം, അതായത് ഒരുപാട് സിനിമകൾ പടപടാന്ന് പൊട്ടിയിട്ട് തകർന്നിട്ട് ഇനി മോഹൻലാൽ എന്ന വ്യക്തിയില്ല, നടനില്ല, അവസാനിച്ചു എന്ന് എല്ലാവരും കരുതിയിരിക്കുന്നിടത്തുനിന്ന് ചാരത്തിൽ നിന്ന് പറന്നു വരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തു വരുന്ന ഒരുപാട് സമയങ്ങൾ, ഒരുപാട് ഇൻസിഡൻസ് ഇതിന് മുൻപും നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഏതെങ്കിലും ഒരു പടം മതി പുള്ളിയുടെ ഒരു തിരിച്ചുവരവിന്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് തിരിച്ചുവരവ് നടത്തിയ ഒരു പടം കൂടിയാണ് ജീത്തു ജോസഫിൻ്റെ സംവിധാനത്തിലെത്തിയ നേര് എന്ന സിനിമ. ഇനി നേരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിയലിസ്റ്റിക് മോഡിലെടുത്ത പടമാണെന്നൊന്നും എനിക്ക് പറയാൻ ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് സിനിമാറ്റിക് എലമെൻറ്റുകളും ആ ഒരു നമ്മളെ ഗൂസ് ബമ്പൊക്കെ കൊള്ളിക്കുന്ന കുറേ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാവുന്നതാണ്. വെറുതെ നമ്മുടെ ഒരു കോർട്ട് റൂമിൽ ഒരു ക്യാമറ വെച്ചാൽ നമുക്കറിയാം അത് ഭയങ്കര ബോറായിരിക്കും. കാരണം ഒരേ റൂമിൻ്റെ അകത്ത് കിടക്കുന്ന സീനുകൾ നമ്മൾ എത്ര നേരം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കും എന്നൊക്കെയുള്ള ഒരു ഡൗട്ടും ഞാൻ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ തച്ചുടയ്ക്കുന്ന അല്ലെങ്കിൽ ആ സംശയങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് കാണിച്ചു തരുന്നത് തന്നെയായിരുന്നു ജിത്തു ജോസഫിൻ്റെ ഈ ഒരു ക്രാഫ്റ്റ്. പിന്നെ നമുക്കറിയാം സാധാരണ രീതിയിൽ നടത്തുന്ന ഒരു പ്രൊമോഷനേക്കാളൊക്കെ ഉപരി ജിത്തു ജോസഫ് ആയാലും മോഹൻലാൽ ആയാലും ആന്റണി പെരുമ്പാവൂരായാലും സിദ്ദിഖ് ആയാലും എല്ലാവരും അതിലഭിനയിച്ച് ശാന്തി മഹാദേവി ആയാലും ഇവരൊക്കെ ഒരുപാട് ചാനലുകളിൽ പോയി നടന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷനായിരുന്നു. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഘടകമായിട്ട് തന്നെ കാണുന്നുള്ളൂ. അപ്പം ഞാൻ പോലും ചിന്തിച്ചു, ചേട്ടാ നമ്മുടെ ചാനലിൽ പോലും വിളിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വന്നിരുന്നെങ്കിലോ എന്നുള്ളത്. കാരണം പൊതുവെ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരുപാട് ഓൺലൈൻ മീഡിയയ്ക്ക് ഇത്രയും ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കുന്നത് കാണുന്നത് വളരെ അപൂർവമാണ്. അതിലെല്ലാത്തിലും ജിത്തു ജോസഫ് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ മെമ്മറീസോ ദൃശ്യമോ പ്രതീക്ഷിച്ച് അത്തരം സസ്പെൻസോ ത്രില്ലറോ അല്ലെങ്കിൽ ട്വിസ്റ്റുകളോ ഒന്നും പ്രതീക്ഷിച്ച് വരരുത്, നിങ്ങൾ വന്നാൽ നിരാശരായിരിക്കും എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ ടു ദ പോയിൻ്റ് തന്നെയാണ്. കാരണം സിനിമയിലുടനീളം നമ്മളെ പിടിച്ചിരുത്താൻ പോകുന്ന ഒരുപാട് എലമെൻറ്റുകൾ സിനിമയിലുണ്ട്. നമ്മൾ സിനിമയിൽ പിടിച്ചിരുത്താൻ വേണ്ടി ഒരിക്കലും വലിയൊരു സസ്പെൻസോ ത്രില്ലോ അല്ലെങ്കിൽ ത്രില്ലിംഗ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, ഈ കേസ് ഏത് രീതിയിലേക്ക് പോവും, പ്രതിയെ ശിക്ഷിക്കുമോ അതോ പ്രതി രക്ഷപ്പെടുമോ, ഇനി ക്ലൈമാക്സിൽ എന്തെങ്കിലും ട്വിസ്റ്റ് വരുമോ എന്നൊക്കെയുള്ള നമ്മളുടെ ഒരുപാട് അത്തരം കുറേ ക്യൂരിയോസിറ്റികൾ, ആ ഒരു സസ്പെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതല്ലാതെ സിനിമയിൽ ഒരു ട്വിസ്റ്റോ വലിയൊരു സസ്പെൻസോ ഒന്നും തന്നെ ഇല്ല. പ്രതിയെ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വിജയമോഹനും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തുന്ന പരിശ്രമങ്ങളാണ് സിനിമ മൊത്തം. ആ പരിശ്രമങ്ങളിൽ അവർ എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സിനിമയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരുപാട് പേര് ലാലേട്ടനെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഒടിയന് ശേഷം ആ ബോട്ടോക്സ് ഇഞ്ചക്ഷന് ശേഷം ആ മുഖത്തിൻ്റെ ഒരുപാട് എക്സ്പ്രഷനുകളൊന്നും ഇപ്പോഴത്തെ സിനിമകളിൽ കിട്ടുന്നില്ല, പഴയ ലാലേട്ടൻ നശിച്ചു പോയി. ഇതിനെയൊക്കെയുള്ള ഒരു കിടിലൻ മറുപടിയാണ്. അദ്ദേഹത്തിൻ്റെ നേച്ചർ നമുക്കറിയാം, ഒരിക്കലും വായ കൊണ്ട് അധികം അദ്ദേഹം പറയാറില്ല. പക്ഷേ അദ്ദേഹം പ്രവർത്തിച്ച് അഭിനയിച്ച് സ്ക്രീനിൽ കാണിച്ചു തരുന്ന ഒരു മാജിക്ക് തന്നെയാണ് നമുക്ക് നേരിലൂടെ ലഭിക്കുന്നത്. ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ഒരു ക്ലിയർ മീറ്റർ നിലനിർത്തിയുള്ള ഒരു പ്രകടനം തന്നെയാണ് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു പ്രാക്ടീസൊന്നും ഇല്ലാത്ത, ലൈഫിൽ ഒരു വലിയൊരു തകർച്ച നേരിട്ടിരിക്കുന്ന, അത്ര ശക്തനല്ലാത്ത ഒരു വക്കീൽ കഥാപാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഹൻലാൽ എന്ന സൂപ്പർ താരം ആ ഒരു സംഭവം ചെയ്യുമ്പോൾ
എങ്ങനെ പ്രേക്ഷകർ സൂപ്രധാനം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ എന്നുള്ള ആ ഒരു ഡൗട്ടും കാര്യങ്ങളും, അത് എങ്ങനെ ജിത്തു ജോസഫ് പ്രേക്ഷകരിലേക്ക് വിശ്വസനീയമായി എത്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ എനിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതും വളരെ മനോഹരമായിട്ട് തന്നെ ലാലേട്ടൻ്റെ അഭിനയത്തിലൂടെ ആയാലും ജിത്തു ജോസഫിൻ്റെ ഡയറക്ഷനിലൂടെ ആയാലും നമുക്ക് വളരെ സുന്ദരമായിട്ട് തന്നെ സിനിമയിൽ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ചെറിയ ചെറിയ മുഹൂർത്തങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളെ പ്രേക്ഷകരെ ഒരുപാട് നമ്മുടെ ഉള്ളിൽ തട്ടിക്കുന്ന സീനുകൾ ഒരുപാട് ഈ സിനിമയിലുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ കണ്ണുകൾ അറിയാതെ സിനിമ കാണുന്നതിനിടയിൽ നിറഞ്ഞിരിക്കും. ആ സിനിമയുടെ ടാഗ് ലൈൻ എന്ന പോലെ തന്നെ കറക്റ്റ് തന്നെയാണ് കാര്യം. അൻ എമോഷണൽ കോർട്ട് റൂം ഡ്രാമ. സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, ഇതൊരു നല്ല രീതിയിൽ പോകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും ലാലേട്ടൻ്റെ കൂടെ വരുന്ന അഭിനേതാക്കളാണ് സിദ്ദിഖ്, ഗണേഷ് കുമാർ, ഇങ്ങനെയുള്ള കുറച്ച് പേര്. അപ്പോൾ അതിലൊരു വ്യത്യസ്തത തോന്നിയത് ജഗദീഷാണ്. ജഗദീഷിൻ്റെ അഡിഷൻ അത് നല്ലൊരു റോളാണ്. എല്ലാവരും കേട്ടോ, അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഗംഭീരമാണ്. ജഗദീഷ് ആയിക്കോട്ടെ, സിദ്ദിഖ് ആയിക്കോട്ടെ, എല്ലാവരും, ലാലേട്ടൻ ആയിക്കോട്ടെ, ഇവരൊക്കെ, പ്രിയാമണി ആയിക്കോട്ടെ, ഗംഭീര കാസ്റ്റിംഗാണ്. അവരുടെ റോളിൻ്റെ പെർഫോമൻസ്, ക്യാരക്ടേഴ്സിനെ അവർ മാറി ആ ഒരു പെർഫോമൻസ് ഒരു ഗംഭീര സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്റ്റാർട്ടിങ്ങിൽ ഇവരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് വീണ്ടും ഒരു ആറാട്ടോ അല്ലെങ്കിൽ ക്രിസ്റ്റഫറോ പോലെ ഒരു സിനിമയായി മാറുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അങ്ങനെയല്ല എന്നുള്ളത് ആ കോർട്ട് റൂമിലെ വാദപ്രതിവാദങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഇതൊരു നല്ല വഴിക്കാണല്ലോ, ഒരു ട്രാക്ക് നല്ല റൂട്ടിലേക്കാണല്ലോ പോകുന്നത് എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലും ഉണ്ടായി. ജിത്തു ജോസഫിൻ്റെ തിരക്കഥാ സംവിധാനം ഇതിൽ ശാന്തി മായാദേവിയും അതിൽ സഹായിച്ചിട്ടുണ്ട്, കോ റൈറ്ററായിരുന്നു, അത് നമുക്കറിയാം. അതിനുശേഷം എടുത്തു പറയേണ്ട കാര്യം ലാലേട്ടൻ്റെ പ്രകടനം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മറ്റ് അഭിനേതാക്കളും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് സിനിമയുടെ മ്യൂസിക്. സിനിമയിലെ ആകെ ഒരേ ഒരു ഗാനമേ ഉള്ളൂ. അത് 2 ദിവസം മുമ്പ് റിലീസായിരുന്നു. അത് യൂട്യൂബിൽ കേട്ടപ്പോൾ എനിക്ക് യാതൊരുവിധ ഫീലും തന്നില്ല. പക്ഷെ തിയേറ്ററിൽ നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. അതൊരു ഗൂസ് ബംപ് എന്നൊന്നും പറയുന്നില്ല, എന്തോ ഒരു പുതിയ ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒരുപാട്, ചില സീനുകളൊക്കെ ആസ് എ സിനിമ ലവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഭയങ്കര ഒരു ഫ്ലാറ്റ് സീനാണല്ലോ, നമുക്കൊരു പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് ഒന്നും ആ സീനിൽ കിട്ടുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ വരുമ്പോഴേക്കും നല്ലൊരു മ്യൂസിക് കൊടുത്ത് ആ സീനിനെ ബൂസ്റ്റ് ചെയ്യുന്ന മനോഹര രംഗങ്ങളും നിങ്ങൾക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും. നിങ്ങൾ ആ ചിത്രത്തെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ. അതിലെടുത്ത് പറയേണ്ട കാര്യമാണ് ക്ലൈമാക്സിലെ ഒരു 2-3 സീക്വൻസുകളുണ്ട്. കിഡോൾസ്കി ഐറ്റം തന്നെയായിരുന്നു ആ സംഭവങ്ങളെല്ലാം. പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങളിൽ ചിത്രത്തിനോട് ഭയങ്കര ഒരു വിയോജിപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ക്ലൈമാക്സ് സീക്വൻസിൽ അനശ്വര രാജൻ്റെ അന്ധകഥാപാത്രവും സിദ്ദിഖ് ഖായുടെയും ആ വക്കീൽ കഥാപാത്രവും ഒരുമിച്ച് ഒരു റൂമിൽ മറ്റാരുടെ പ്രസൻസ് ഇല്ലാതെ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതൊരു കോടതി അലവ് ചെയ്യുന്ന ഒരു സീക്വൻസാണ്. ആ ഒരു സീനിൽ അനശ്വര രാജനെ, അതൊരു കഥ പറയുന്ന ഒന്നല്ല, അനശ്വര രാജനെ സിദ്ദിഖിൻ്റെ കഥാപാത്രം ഒരുപാട് ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഹരാസ് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും ഒരു കോടതി അംഗീകരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ കോടതി അലവ് ചെയ്യുന്ന ഒരു സ്പേസിൽ അതൊരിക്കലും നടക്കാത്ത ഒരു സംഭവമാണ്. എന്തൊക്കെ റീസൺ പറഞ്ഞാലും ഇത് ഒരുമാതിരി കോടതി സ്പോൺസർ ചെയ്ത് അനശ്വര രാജനെ ഹരാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു രംഗമായിട്ട് എനിക്ക് തോന്നി. കാരണം അത്തരം ഒരു സീക്വൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളോ ഒന്നും ഇതുവരെ നമ്മളുടെ കോടതി ചരിത്രത്തിൽ നടക്കാത്തൊരു സംഭവമായിരിക്കാം. അങ്ങനെ ആവാനേ സാധ്യതയുള്ളൂ. ഇത് സിനിമയിൽ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. പക്ഷേ എന്നിരുന്നാലും കോടതിയുടെ ചെലവിൽ കോടതി ഒരുക്കുന്ന ഒരു സ്പേസിൽ ഒരിക്കലും ഒരു വിക്ടിമിനെ അങ്ങനെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനുള്ള അവസരം ഒരു കാരണവശാലും ഒരു കോടതിയും ഉണ്ടാക്കി കൊടുക്കില്ല. പിന്നെ അതിൻ്റെ ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ ഇതിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോടതിയിൽ ഒരു നൈറ്റ് സിറ്റിംഗ്, രാത്രിയിലും വാദങ്ങൾ, അല്ലെങ്കിൽ കോടതി രാത്രിയും തുടരുന്നു എന്നുള്ളൊരവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം ട്രെയിലറിൽ പറഞ്ഞ ആ നൈറ്റ് സിറ്റിംഗ്, കോടതി രാത്രിയിലും തുടരേണ്ട ആ ഒരു ഘട്ടം ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അത് നമുക്ക് സിനിമ കണ്ട് നമ്മളതിനെ പറ്റി എൻ്റെ മൈൻഡിൽ അതുണ്ടായിരുന്നു. എന്തിനായിരിക്കും രാത്രി സിറ്റിംഗ്? എന്തെങ്കിലും ഒരു സംഭവം
പകല് ചെയ്ത് വരുന്ന ഒരു സാധനം തീരാത്തതുകൊണ്ടായിരിക്കണമല്ലോ അത് രാത്രിയിലേക്ക് പോകുന്നത്. വാദങ്ങളും പ്രതിവാദങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് കോടതി ആ ഒരു സമയം കഴിഞ്ഞ് ഇനി അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത ഡേറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തോ ഒരു ആക്ടിവിറ്റി അത് കഴിയാത്തത് കൊണ്ടായിരിക്കും അത് നൈറ്റിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ സിനിമ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായിരുന്നു, അതുകൊണ്ടായിരിക്കാം എന്നുള്ളത്. അപ്പോൾ അതൊരു ട്രെയിലറിൽ കൊടുത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് അതൊരു പ്രഡിക്റ്റബിൾ ഒരു സംഭവമായിട്ട് മാറി എന്നുള്ള ഒരു തോട്ട് കൂടി എനിക്കുണ്ട്. പക്ഷെ അതിനൊക്കെ മാറ്റി നിർത്തിയാലും അതൊന്നും നമുക്ക് സിനിമയെ ഒട്ടും നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. അതൊക്കെ മാറ്റി നിർത്തിയാൽ സിനിമ ഉടനീളം ഒരു കിടിലൻ ഒരു എൻ്റർടൈനർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് നേരിന് ടിക്കറ്റ് എടുക്കാം. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നേരെ എന്ന ചിത്രത്തിന് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഈ ചാനലിൽ നമ്മൾ സിനിമ റിവ്യൂസ് ഇടാറില്ല. നമ്മളുടെ യാത്രകൾ, തീറ്റ എന്നീ വീഡിയോസാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മുതൽ റിവ്യൂ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരിക്കലും സിനിമ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ്, സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലേ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ തകർക്കാമല്ലേ. ബൈ.